റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ നാളെ മുതൽ പ്രദർശനം ആരംഭിക്കും. 3 മിനിറ്റ് ഭാഗം വെട്ടിമാറ്റി അവധി ദിവസമായിട്ടും റീ എഡിറ്റിന് അനുമതി നൽകാൻ സെൻസർ ബോർഡ് യോഗം ചേർന്നു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഏതൊക്കെ ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിഷ്ണു. ഉന്മേഷ്, വിവാദങ്ങൾക്കൊടുവിലാണ് എമ്പുരാന്റെ റീ എഡിറ്റഡ് വെർഷൻ നാളെ മുതൽ തിയേറ്ററിലേക്ക് എത്തുന്നത്. അവധി ദിവസമായിട്ടും ഇന്ന് റീ എഡിറ്റിന് സെൻസർ ബോർഡ് അനുമതി നൽകിയിരുന്നു. പ്രത്യേക യോഗം ചേർന്നാണ് അനുമതി നൽകിയത്. ചിത്രത്തിന്റെ തുടക്ക ഭാഗങ്ങളിലുള്ള സീനുകളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. 3 മിനിറ്റോളം വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതും ദേശീയ ഏജൻസി എത്തുന്ന സീനും ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച ബജ്രംഗി എന്ന കഥാപാത്രത്തിന്റെ പേരിലുമാണ് മാറ്റം വരുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആ വെർഷൻ ആയിരിക്കും ഇനി നാളെ മുതൽ തിയേറ്ററുകളിലേക്ക് എത്തുക. ഇന്ന് മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഖേദപ്രകടനമൊക്കെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് റീ എഡിറ്റ് പൂർത്തിയായത്. പക്ഷേ ഈ വിവാദങ്ങളൊന്നും സിനിമയെ ബാധിക്കുന്നില്ല എന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അടക്കം പറയുന്നത്. മോഹൻലാൽ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു മലയാള സിനിമ വിദേശത്ത് നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ അത് എമ്പുരാന്റേതെന്ന് ഈ ഘട്ടത്തിൽ പറയാം. 3 ദിവസത്തിനിടയിൽ 80 കോടിയിലധികം രൂപയാണ് ഓവർസീസായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. റീ എഡിറ്റ് വെർഷൻ വരുന്ന ഘട്ടത്തിൽ പോലും സിനിമയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാക്കില്ല എന്ന വിലയിരുത്തലാണ് അണിയർ പ്രവർത്തകർക്കുള്ളത്. പ്രത്യേകിച്ച് നാളെ ചെറിയൊരു നാളാണ്. അതുകൊണ്ട് നാളെ പോലും ടിക്കറ്റുകളൊക്കെ ബുക്കിലാണ് ഇതിനോടകം തന്നെ. അതുകൊണ്ട് വിവാദങ്ങൾ പുറത്താണ്, സിനിമയെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ആ എമ്പുരാൻ സിനിമ ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ അവസാനിക്കാനുള്ള സാധ്യത നിലവിൽ അടുത്തില്ല. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.